യൂട്യൂബിൽ എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹപ്രദമായി എന്ന് നിങ്ങൾ അറിയിച്ചതിനായി സ്തോത്രം. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ ഇരുന്നുകൊണ്ടും ഇന്ത്യയിൽ പല പല സ്റ്റേറ്റുകളിലായിരുന്നുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് UK, USA, ജർമ്മനി, ഓസ്ട്രേലിയ, ഇസ്രായേൽ എല്ലായിടങ്ങളിലും ഇരുന്ന് ഈ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതത്തെ അറിയിക്കുന്നു. ഒത്തിരി പേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വാട്സാപ്പിലൊക്കെ എനിക്ക് കോൾ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇടാനായിട്ട് പറയുന്നത്. എന്നാൽ ചില കൺട്രീസിൽ വാട്സാപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. അത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് ബാൻഡാണ്, അത് പറ്റുന്നില്ല, അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ബോട്ടിമിൽ മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അറിയിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ഇന്ന് തുടങ്ങി ഒരാഴ്ച ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് സഭയായി ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രത്യേക ചില ആവശ്യങ്ങളോടെ ഇരിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അവർക്ക് വേണ്ടി 6000-ത്തിലധികം ജനങ്ങൾ തുടർച്ചയായി ഇത് മെസ്സേജുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു കുടുംബമാണ്. നമ്മൾ ഒന്നിച്ച് യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂട്യൂബിൽ കാണുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് ഈ ശബ്ദ തരംഗങ്ങൾ എത്തുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മിറക്കിൾ സംഭവിക്കണം. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ ഒരു ആയുസ്സു കൂടി അവർക്ക് ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരി നന്മകൾ, അനുഗ്രഹങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന വർഷമാക്കി തീർക്കണം. ദൈവത്തിനു വേണ്ടി അനേകരെ നേടുന്ന വർഷമാക്കി തീർക്കണം കർത്താവേ. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കുടുംബത്തിനായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം അവർക്ക് ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. വരുന്ന വർഷങ്ങളിൽ അവരുടെ കുടുംബ ജീവിതം സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബ ജീവിതത്തിൽ കർത്താവേ ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറണം. അവരുടെ മക്കളും അവരുടെ തലമുറകളും എല്ലാവരും യേശുവിനെ അറിയുക. അവർ കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രത്യേക ആവശ്യങ്ങളോടുകൂടി, ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടി, ചില പ്രത്യേക കാര്യങ്ങൾ തുടങ്ങുന്നതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുകയാണ്. അവരവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി അവർ തീരട്ടെ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ എൻ്റെ കർത്താവ് ഇരിക്കണം. അവർ സക്സസ് ആവട്ടെ ചില മേഖലകളിൽ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് നമ്മുടെ വചനത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്? അന്ത്യകാലത്തിലെ ഒരു അഭിഷേകത്തെ പറ്റി അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പ്രത്യേകിച്ചല്ലേ, നമ്മളൊരു അറബി വാക്ക് പറഞ്ഞെന്ന് പോയതാണ് കഴിഞ്ഞ ആഴ്ച. ഒരു അറബി വാക്ക് ഞാനിവിടെ നിന്ന് പറഞ്ഞു. അതിൽ നിന്ന് തുടങ്ങിയതാണ്. അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഭാഷ മറ്റൊരാളിന് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ വേറൊരാളുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാനും വ്യാഖ്യാനിക്കാമോ കഴിയുമോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംശയങ്ങളൊക്കെ ഒത്തിരി പേരുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. അതിന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നമുക്കപ്പോൾ എടുക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമ്മളൊന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ്. നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഭംഗിയായിട്ട് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം മുതൽ 13-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ ഈ ഭാഷയിൽ സംസാരിക്കുകയും അന്ന് ആകാശത്തിൽ കൂടിയുള്ള സകല ജാതികൾ മുമ്പ് യെരൂശലേമിൽ വന്ന് പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരും വന്നുകൂടി. ഓരോരുത്തരും താങ്കളുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു.
ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പാർത്യരും അമേധ്യരും ബെന്യാമീനും മെസൊപ്പൊത്തേമിയയിലും യഹൂദ്യയിലും കപ്പത്തോദ്യയിലും എന്തോസ്യയിലും ആസ്യയിലും തുർക്കിയയിലും പമ്പുകയിലും ഇസ്രായേലിലും ഉറേനയ്ക്കു ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ഗ്രീക്കരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകൾ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു സഞ്ചരിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതു വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ കൈവശിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ കയറി വരാനായിട്ട് പോവുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്താണ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരേ ആഗ്രഹത്തോടെ കൂടിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ആഗ്രഹം? എന്താണ് അവരുടെ ആഗ്രഹം? പരിശുദ്ധാത്മാവിനെ അവർക്ക് വേണം. കർത്താവ് പറഞ്ഞല്ലേ, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വം നിങ്ങൾ പ്രാപിക്കാതെ ജെറുസലേം വിട്ട് മടങ്ങിപ്പോകരുത്. അപ്പോൾ യേശു പറഞ്ഞിട്ട് പോയ പിതാവിൽ നിന്നുള്ള വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് ശിഷ്യന്മാർ എല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുക. എത്ര പേരുണ്ടായിരുന്നു? 120 പേർ. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 120 പേർ ഒരേ ആഗ്രഹത്തോടു കൂടെ ഇരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മളിവിടെ എല്ലാം ഇരിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിന് വേണമെന്ന്? ആത്മാവിനാൽ നിറയണം. നമ്മൾ എപ്പോഴാണോ ഒരേ ആഗ്രഹത്തോടു കൂടെ ഇരിക്കുന്നത് അപ്പോഴാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പലരും പല ആഗ്രഹത്തോടാണ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് വിചാരിക്കുന്നവർ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നിറയൂ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, ഒരു കൂട്ടായ്മയിൽ ഒത്തിരി പേര് കൂടെ ഇരിക്കുന്നു, ചിലർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ദാഹമില്ല. ദാഹമുള്ളവനെ എന്ത് ലഭിക്കുള്ളൂ? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം 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 വേണം, അത് കിട്ടാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് ആരെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു അവരെല്ലാം എൻ്റെ അപ്പൻ നിറച്ചിട്ടേ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുത്. ദാഹം പോവല്ലേ. ആത്മാവിനായിട്ടുള്ള വിശപ്പ് നഷ്ടപ്പെട്ടു പോവല്ലേ ഒരിക്കലും. എന്തെങ്കിലും പ്രതിസന്ധി ഇങ്ങോട്ട് വന്ന ഉടനെ നമുക്ക് ദാഹവും പോവില്ല. പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നമ്മളിങ്ങനെ ഇരിക്കുമായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് കാറ്റുകൾ വന്ന് ആടി ഒലയ്ക്കുന്നത്. ഒരു തെങ്ങൊക്കെ ആടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ കാറ്റ് വന്നാലേ തെങ്ങ് ആടത്തുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയ വൃക്ഷത്തെ പോലും ഒലയ്ക്കാൻ എന്തിന് കഴിയും? പിശാചിൻ്റെ കാറ്റിന് കഴിയും. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, അതിനേക്കാൾ വലിയൊരു കാറ്റ് നിങ്ങളുടെ മേൽ അടിച്ചാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ കൊടിയ കാറ്റ് നിങ്ങളുടെ മേൽ അടിച്ചാലുണ്ടല്ലോ, പിന്നെ വേറെ ഏത് കാറ്റ് വന്നാലും നിങ്ങൾ അനങ്ങില്ല. ഒരു കാറ്റ് വന്നാലും നിങ്ങൾ അനങ്ങില്ല. കാരണം എന്താ? നിങ്ങൾ തന്നെ ഒരു കാറ്റല്ലേ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാനൊരു കൊടിയ കാറ്റായി മാറിയാൽ വേറെ ഏത് കാറ്റ് വന്നാലും എനിക്കെന്ത് കുഴപ്പമില്ലേ? വേറെ ഏത് കാറ്റ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്ന കാറ്റ് കൊടിയ കാറ്റ്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ അതേ കാറ്റ്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. ഞാൻ അവിടെ പറഞ്ഞു, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹെവൻലി റെലം, സ്വർഗതലങ്ങളിൽ നിന്ന് ഒരു കാറ്റിൻ്റെ മുഴക്കമുണ്ടായിരുന്നു. നമ്മൾ ഈ ആകാശം ഒന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ എന്ത് കാറ്റെന്നോ മഴയെന്നോ വെയിലെന്നോ, ഇവിടെ എല്ലാം നമുക്ക് ആകാശം എന്നുള്ള വാക്കേ നമുക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എല്ലാം ഹെവൻ 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 എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്വർഗം, സ്വർഗതലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കാറ്റ് വെളിപ്പെട്ടു. അവരിയ്ക്കുന്ന വീട് മുഴുവൻ നിറച്ചു. ഹല്ലേലൂയ. വലിയൊരു മുഴക്കം ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തെന്താണ് സംഭവിച്ചത്? ഒരു വലിയ ഫയറിന്റെ പില്ലർ എന്ന് പറഞ്ഞാൽ എന്താ? തീയുടെ ഒരു തൂൺ അവരുടെ നടുവിലേക്ക് വെളിപ്പെട്ടു. അവരത് കണ്ടു. ശരിയല്ലേ? അവരത് കണ്ടു. ആ തീയുടെ തൂണിനെ അവർ കണ്ടു. ആ തീയിൽ നിന്ന്, ആ വെളിപ്പെട്ട ആ ഒരു ഫയർ പില്ലറിൽ നിന്ന്
അഗ്നി നാവുകൾ, പിളർന്ന അഗ്നി നാവുകൾ ഓരോരുത്തരുടെ മേലും പോയി വീണു. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പോയി വീണു. അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞ? അന്യഭാഷയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ഭാഷയിൽ. അൺനോൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പഠിച്ചിട്ടില്ലാത്ത, അല്ലേ? നമുക്ക് പഠിച്ചിട്ടില്ലാത്ത, വായിക്കുവാനോ എഴുതാനോ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു ഭാഷയിൽ എന്ത് ചെയ്തു തുടങ്ങി? അവർ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി. അപ്പൊ ആ ഭാഷ കൊടുത്തത് ആരാണ്? ഈ തീയാണ് കൊടുത്തത്, അല്ലേ? ആ തീയാണ് കൊടുത്തത് ആ ഭാഷ. പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ചയിൽ അവർക്ക് പെട്ടെന്ന് അത് സംഭവിച്ചത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. ഇതുപോലെ ഒരു അപ്പർ റൂം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. മാളിക മുറിയിൽ കൂടിയിരുന്ന പോലെ ഞാൻ മുകളിലത്തെ ഒരു മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എൻ്റെ നാക്കിനെ എൻ്റെ കൺട്രോളിലല്ലാതെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മനസ്സിലായോ? അപ്പം എൻ്റെ കൺട്രോളിൽ നിന്ന് എൻ്റെ നാക്ക് പോകണം. സത്യം പറഞ്ഞാൽ നമ്മുടെ നാക്ക് ഭയങ്കര പ്രശ്നക്കാരനല്ലേ. ഞാൻ കൺട്രോൾ ചെയ്താൽ എൻ്റെ നാക്ക് മഹാപ്പിഴയാണ്. എൻ്റെ നാക്ക് കൊണ്ട് ഞാൻ എന്തെല്ലാം വേണ്ടാത്തതാണ് പറഞ്ഞൊപ്പിക്കുന്നത്, അല്ലേ? ഈ നാക്ക് എത്ര പേരുടെ ജീവിതം തകർത്തിട്ടുണ്ടെന്ന് അറിയാമോ? അല്ലേ? ആണ്. നാക്കുകൊണ്ട് ജീവിതത്തെ തകർക്കാൻ പറ്റും. നാക്കുകൊണ്ട് വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കാൻ പറ്റും. പണ്ടുള്ളവർ പറയും, അല്ലേ, ഒരു അടി അടിച്ചാൽ അത് പോവും, പക്ഷെ വാക്കുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവോ ഒരിക്കലും പോവില്ലെന്ന് പറയും. അതുകൊണ്ടാണ് നാവിനെ എന്ത് നമ്മൾ വിളിക്കുന്നത്? അനീതിയുടെ ആയുധമായിട്ട് നാക്കിരിക്കുക പലരുടെയും, കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ നാക്കിനെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ നാക്കിനെ അങ്ങ് മാറ്റണം. നാക്കിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? തീ വരണം, തീ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ നാവിലേക്ക് വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ നാവ് നിങ്ങളറിയാത്ത ഭാഷ സംസാരിക്കും. ഹല്ലേലൂയ. യെശയ്യാവ് പറഞ്ഞില്ലേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്നല്ലേ? യെശയ്യാവ് എന്താണ് പറഞ്ഞത്? പാപം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതെന്നല്ല, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ വസിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നാവ് ഉപയോഗിച്ച് വേണ്ടാത്തതെല്ലാം പറയുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ പോലെ ആകല്ലേ, കേട്ടോ. നമ്മൾ ആരെ പോലെ ആവാൻ പാടില്ല, അവരെ പോലെ ആകല്ലേ. ചുറ്റും നിൽക്കുന്നവർ എന്തെല്ലാം നിങ്ങളെ പറഞ്ഞാലും, വേണ്ടാത്തത് പറഞ്ഞാലും, നിങ്ങളെ പ്രകോപിപ്പിച്ചാലും നിങ്ങളുടെ നാവിനെ ദൈവത്തിൻ്റെതാക്കി നിങ്ങൾ കൊടുക്കണം. കാരണം എവിടാണ് പരിശുദ്ധാത്മാവ് വരേണ്ടത്? നിങ്ങളുടെ അധരത്തിൻ്റെ മേലാണ് വരേണ്ടത്. ഹല്ലേലൂയ. ആ തീ വന്നിറങ്ങേണ്ടത്. അപ്പോൾ മുതൽ നിങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ആരേറ്റെടുക്കും? പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ഭാഷ. അപ്പം ഞാനിവിടെ കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം എൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഞാൻ അതായത് ഞാൻ ജനിക്കുന്നത് മുതൽ സംസാരിക്കുന്ന ഒരു ഭാഷ. അതെന്താണ്? മലയാളം. അപ്പോൾ ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ട്, തമിഴ്നാട്, തൊട്ടടുത്ത സ്റ്റേറ്റ്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ എന്താണ് സംസാരിക്കുന്നത്? തമിഴ് സംസാരിക്കും. എന്നാൽ ഞാൻ കർണാടകയിൽ പോയപ്പോൾ കണ്ടത്, അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, കന്നഡ സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, മലയാളം സംസാരിക്കുന്നവരുണ്ട്. മലയാളം സംസാരിക്കുന്നവർ 1% ഉള്ളൂ. മലയാളികളും അവിടെ പോയാൽ ഹിന്ദി ഇംഗ്ലീഷും അങ്ങ് പഠിക്കുക. കാരണം എന്താ? അവർ കേൾക്കുന്നത് അതാന്നേ. കേൾക്കുന്നത് ഹിന്ദിയാണ്, കേൾക്കുന്നത് ഇംഗ്ലീഷാണ്. അവർക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അവരെങ്ങനെ പറയണം? പാനി എന്ന് പറയണം, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയണം. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അത് പഠിക്കും. ഓട്ടോമാറ്റിക്കലി പഠിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ്? വെള്ളം കിട്ടണമെങ്കിൽ പഠിക്കണം. വെള്ളം കിട്ടണമെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ വെള്ളവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ വെള്ളം വേണമെന്ന് ഞാനവിടെ പോയി എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും എടുത്തരും. പാനി ചാഹി എന്നല്ലോ പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൊണ്ട് തരുമായിരിക്കും. പാനി ദേദോന്ന്. ഓക്കെ, പാനി ദേദോ. ഈ മൈക്കിന് എന്തോ കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കൂടുതൽ, ഇടയ്ക്കിടയ്ക്ക് കുറവാണ്. ഹല്ലേലൂയ. ഇതൊക്കെയാണെന്ന്. അപ്പൊ അങ്ങനെ പറയണം. പാനി എന്തോ ഉച്ചേ പാനി ദേദോ, അങ്ങനെയാണോ പറയേണ്ടത്?
മുച്ചെ പാനി ഇതേതോ. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയും? പ്ലീസ് ഗീവ് മീ സം വാട്ടർ എന്നാണോ? പ്ലീസ് ഗീവ് മീ സം വാട്ടർ. അപ്പോൾ സം വാട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കപ്പ് നിറയെ കൊണ്ടുവരുമോ? പ്ലീസ് ഗീവ് മീ, ഒരു കപ്പ് വെള്ളം വേണമെങ്കിൽ ഇങ്ങനെ പറയണം, പ്ലീസ് ഗീവ് മീ 1 കപ്പ് ഓഫ് വാട്ടർ. ഓക്കെ, പ്ലീസ് ഗീവ് മീ 1 കപ്പ് ഓഫ് വാട്ടർ. അങ്ങനെ പറയണം. അങ്ങനെ നമ്മൾ പറഞ്ഞ് അത് പഠിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നു, ശരിയല്ലേ? കാരണം എന്താണ്? നമുക്കത് പഠിച്ചേ പറ്റൂ. പക്ഷെ നമുക്ക് ഇന്ന് ആർക്കും അന്യഭാഷ വേണമെന്നൊന്നും തോന്നുന്നില്ല. കാരണം എന്താ? നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിന് ചുമ്മാ അന്യഭാഷ? ആത്മമണ്ഡലത്തെ അറിഞ്ഞവനെ അറിയാവൂ ആ ഭാഷയുടെ ഉപയോഗം. ഹല്ലേലൂയ. ആത്മമണ്ഡലം കണ്ടവനെ അറിയാവൂ ആ ഭാഷയുടെ ഉപയോഗം. ഹല്ലേലൂയ. ഈ അന്യഭാഷ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മളല്ല സംസാരിക്കുന്നത്. മനസ്സിലായോ? അമൃത എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാളം മാത്രമല്ലേ അറിയാവൂ, ശരിയല്ലേ? എനിക്ക് സത്യമായിട്ടും വേറെ ഒരു ഭാഷയും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുക, പറയൂ, വേറൊരു ഭാഷ പറയുക കേട്ടോ. അപ്പോ ആ ഭാഷയ്ക്കകത്ത് ഏതാണ്ടോ കാര്യങ്ങളില്ലേ. ഞാനിവിടെ മലയാളിയായി ജനിച്ചതുകൊണ്ട് എനിക്ക് മലയാളം അറിയാം. എന്നാൽ ഞാൻ സ്വർഗത്തിൽ ജനിക്കുമ്പോൾ എനിക്ക് സ്വർഗീയ ഭാഷ അറിയാം. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള ഭാഷയുണ്ട്, ഭൂമിയിലുള്ള മറ്റു മനുഷ്യരുടെ ഭാഷകളും നമുക്ക് സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അന്യഭാഷ പറയുന്നവരുണ്ട്, നിങ്ങൾക്ക് അറിയാമോ അത്? മുമ്പ് ഒരു തേയിലത്തോട്ടത്തിൽ കേട്ടോ, അവിടെ പണിയെടുക്കുന്ന ഒരു അമ്മച്ചി, ശരിക്കും അമ്മച്ചി, അവർ പണിയെടുക്കുന്ന ഒരു അമ്മച്ചിയാണ് തേയിലത്തോട്ടത്തിൽ. നിങ്ങൾക്ക് ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ കണ്ടിട്ടില്ല തേയിലത്തോട്ടം. ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെയൊക്കെ പരിചയമുള്ളൂ, യൂട്യൂബിലൂടെ അങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ അതിനിടയിലൊന്നും പോയിട്ടില്ല കേട്ടോ. പോവുകയാണ്. ഹല്ലേലൂയ. ഹൈ റേഞ്ച് പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഈ തോട്ടത്തിനിടയിൽ പണിയെടുക്കുന്ന ഒരു പാവം സ്ത്രീ അവിടെയുള്ള കേട്ടോ. അപ്പോൾ അവർക്ക് എന്ത് മാത്രമേ അറിയാവൂ? അവിടെ സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ തോട്ടം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു മനുഷ്യൻ്റെതാണ്. ഇംഗ്ലണ്ടിലുള്ള ഭാഷ എന്താണ്? ഇംഗ്ലീഷ്. ഓക്കെ, ആ മനുഷ്യൻ്റെതാണ്. അപ്പോൾ ഈ അമ്മച്ചി ഉണ്ടല്ലോ, അഭിഷേകം പ്രാപിച്ച അമ്മച്ചിയാ. തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ അമ്മച്ചിയുടെ പണി എന്താണ്? എന്തുവാണ്? തേയിലയെല്ലാം നുള്ളി ഇട്ടുകൊണ്ടിരിക്കുക. പറയുന്നത് എന്താണ്? അന്യഭാഷ പറയുന്നു. തേയിലയുടെ ആ തളിരിലയല്ലേ നമ്മൾ തേയില ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, തേയിലപ്പൊടി ഉണ്ടാക്കാനായിട്ട്. അമ്മച്ചി എന്ത് ചെയ്യുന്നു? ഈ നുള്ളി ഇങ്ങനെ സഞ്ചിക്കകത്തിട്ട് ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം എസ്റ്റേറ്റിൻ്റെ ഓണർ കേട്ടോ അവിടെ കടന്നു വരുക. എന്തിനാ എസ്റ്റേറ്റിൻ്റെ ഓണർ കടന്നു വരുന്നത്? ഇംഗ്ലണ്ടിലെ മനുഷ്യൻ കടന്നു വരുന്നത് തൻ്റെ തോട്ടം നോക്കാനാ. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു കാര്യസ്ഥനെ, ഈ തോട്ടം നോക്കാനും എല്ലാറ്റിനും. അയാളുടെ അടുത്ത് വരും, വരവ് ചെലവ് കണക്കുകൾ നോക്കും, എന്തൊക്കെയാണെന്ന് നോക്കും. വലിയ മുതലാളി, അയാൾക്ക് ഒരു എസ്റ്റേറ്റ് ഒന്നുമല്ല ഉള്ളത്, 100 കണക്കിന് എസ്റ്റേറ്റ് ഉണ്ടാവും. പല രാജ്യങ്ങളിലായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആഴ്ചയിൽ ഒരിക്കലൊന്നും വരാനൊന്നും പറ്റത്തില്ല, ചിലപ്പോൾ വർഷത്തിൽ ഒന്നേ വന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാണ്ട് അമ്മച്ചി ഇംഗ്ലീഷ് പറയുന്നു. ഇംഗ്ലീഷ് വിളിച്ച് പറയുന്ന മുഴുവൻ അയാളോടുള്ള ദൂത, അയാളുടെ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ അമ്മച്ചി വിളിച്ചു പറയുക. അമ്മച്ചി ഇംഗ്ലീഷ് പറയുന്നു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞ എന്താണ്? അന്യഭാഷയാണ്. അമ്മച്ചിക്ക് അത് അന്യഭാഷയായിട്ടേ അറിയാവൂ. പക്ഷെ അമ്മച്ചി പറഞ്ഞത് ഇംഗ്ലീഷ് ആണെന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു അത് അറബിയാണെന്ന്. പക്ഷെ അതെനിക്ക് അറബിയാണെന്നറിയില്ല, കേട്ടയാൾക്ക് മനസ്സിലായി അത് അറബിയാണെന്ന്. അപ്പം അതുപോലെ ഈ അമ്മച്ചി വിളിച്ചു പറഞ്ഞത് മുഴുവൻ ഇയാളുടെ കുടുംബത്തിനകത്ത് നടന്ന കാര്യങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇയാളുടെ ഭാര്യ മരിച്ച കാര്യം, മക്കൾ അലഞ്ഞു തിരിയുന്ന കാര്യം, പലതും ഈ അമ്മച്ചി പറയാൻ തുടങ്ങി. ഈ സായിപ്പ് അവിടെ നിന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ അമ്മച്ചി ഓഫീസിലേക്ക് വന്നപ്പോൾ ഇയാൾ ഇംഗ്ലീഷ് അമ്മച്ചിയോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മച്ചി മനസ്സിലായോ? ഈ സായിപ്പ് വിചാരിച്ച് എന്താണെന്ന് അറിയാമോ? ഈ അമ്മച്ചി ഇംഗ്ലീഷ് അറിയാമെന്ന. അപ്പോൾ ഉടനെ ഈ കാര്യസ്ഥൻ പറഞ്ഞു, അയ്യോ ഇത് പാവം അമ്മ, അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയാവുന്ന അമ്മയല്ല ഇത്. അപ്പോൾ നിങ്ങൾ ചുമ്മാ പറയില്ല, ഞാൻ കേട്ടതാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ ഇംഗ്ലീഷ് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ചുമ്മാ നോണ പറയരുത്. ഇയാൾ തമ്മിൽ അടിയായി. അമ്മച്ചിയോട് വീണ്ടും വീണ്ടും ഇയാൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കുക. അമ്മച്ചി ആകെ കരഞ്ഞതുപോലെ. അമ്മച്ചിക്കൊന്നും അറിയത്തില്ല, സാധാരണ ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ കൂടി പറയാമോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അമ്മച്ചിയോട് മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അമ്മച്ചി വീണ്ടും അത് പറയാൻ തുടങ്ങിയപ്പോൾ അന്യഭാഷയിലൂടെ വീണ്ടും അത് വെളിപ്പെട്ടു, ഇംഗ്ലീഷ്. മനസ്സിലാവുന്നുണ്ടോ? അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അൺനോൺ ലാംഗ്വേജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോൺ ലാംഗ്വേജ് ആണെങ്കിൽ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് അൺനോൺ ലാംഗ്വേജ് ആയതുകൊണ്ട് സായിപ്പിനോട് ദൈവം ഇടപെട്ടു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? അന്യഭാഷയായിരുന്നു. അമ്മച്ചി സകലതും പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അമ്മച്ചി പറഞ്ഞ ഇംഗ്ലീഷ് ആകുന്ന അന്യഭാഷ സായിപ്പിനോടുള്ള ദൂതായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് കരഞ്ഞു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ദൈവത്തിന്? ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന അന്യഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ദൈവം കൃപ തന്നാൽ നമുക്കും മനസ്സിലാവും. ഹല്ലേലൂയ. നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്ന അന്യഭാഷകളുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന അന്യഭാഷകളുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന അന്യഭാഷകളുണ്ട്. ദൈവം മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഭാഷയുണ്ട്. പല തരം അത്. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരുണ്ടല്ലോ, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് ഇരിക്കും. അങ്ങനെ അല്ല. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ദൈവം ആ കൃപകൾ തരുന്നത്. അപ്പോൾ ഇവിടെ കൂടിയിരുന്നവരെല്ലാം അവരിതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷയിൽ സംസാരിച്ചു. പക്ഷെ ആ ഭാഷ ആരതായിരുന്നു? ആരുടെ ഭാഷയായിരുന്നു? ദൈവം അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ ഭാഷ. പക്ഷേ അവിടെ കൂടി വന്ന 15-ലധികം രാജ്യങ്ങളിലുള്ളവർ അവിടെ കൂടി വന്നു. ആരൊക്കെയാണെന്ന് നമുക്ക് അവിടെ നിന്ന് വായിച്ചു നോക്കാം. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് എങ്ങനെ? അപ്പോൾ അവിടെ വന്നു കൂടിയത് അറബിക്കാരുണ്ടായിരുന്നു. അവിടെ പംഫുല്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, ആസിയയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, പ്രഫുല്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, കപ്പദോക്യക്കാരുണ്ടായിരുന്നു, മെസ്സപ്പൊത്തോമിയക്കാരുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പോൾ കർണാടകയിൽ വന്ന ആൾക്കാർ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ചൈനയിൽ നിന്ന് വന്നവർ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ 2-3 സ്ഥലങ്ങൾ പറഞ്ഞേ. ഡൽഹിയിൽ നിന്ന് വന്നവരിയ്ക്കുക, അവർക്ക് ഹിന്ദിയാണല്ലോ. USA വന്നവരിയ്ക്കുക. അതുപോലെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അങ്ങനെ പലരും അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? പലരും. അപ്പം അവർ വന്നു കൂടിയപ്പോൾ ഇവർ സംസാരിക്കുന്ന ഭാഷ അവരുടേതായിരുന്നു. മനസ്സിലായോ? ഇവർ സംസാരിക്കുന്ന ഭാഷ ആരുടേതായിരുന്നു? അവരുടെ ഭാഷയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സിസ്റ്റർ അമൃത സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ കേട്ടിട്ട് പറയുവാണ്, അയ്യോ തമിഴ് സംസാരിക്കുന്നു, ഈ കൊച്ചു മലയാളിയല്ലേ, ഇതെങ്ങനെ തമിഴ് സംസാരിക്കുന്നു? മനസ്സിലായോ? അതാ അവിടെ സംഭവിച്ചത്. ഇനി ശ്യാമ നിന്ന് അന്യഭാഷ പറയുകയാണെന്ന് നോക്കിയാൽ അതിൽ കൂടെ പെട്ടെന്ന് ചൈനീസ് കയറി വന്നു. ചൈനീസ് വന്നൂടെ? വരണം ചൈനീസ് വരെ. അപ്പം ചൈന കരുതേണ്ടിയിരുന്നു, അയ്യോ എൻ്റെ ഭാഷയിൽ ഇതാ എൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. മനസ്സിലായോ? ശ്യാമയെ സംബന്ധിച്ചിടത്തോളം ശ്യാമ പറഞ്ഞത് അൺനോൺ ടങ് ആണ്, വേറൊരു ഭാഷയാണ്. പക്ഷെ ചൈനക്കാരിക്ക് അത് മനസ്സിലായി. മനസ്സിലായോ? ഇപ്പം കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അവിടെ 120 പേർ കൂടിയിരുന്നു. 120 പേരുടെ വായി കൂടി 120 ഭാഷ വന്നു. സങ്കല്പിച്ച് നോക്കിക്കേ. ഈസ് ഇറ്റ് പോസിബിൾ? സാധ്യമാവോ അത്? യെസ്. നമ്മുടെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ,
യേശുവിൻ്റെ രക്തത്താൽ ബാക്കി പാട് ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യങ്ങളുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ 120 ഭാഷ നിങ്ങൾ സംസാരിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ പ്രാർത്ഥിക്കും പോലെ ഇരിക്കും. ഞാൻ ഒരിക്കൽ പാലക്കാട് എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളുടെയും ബോർഡർ വരുന്ന ഒരു ജില്ലയാണ്. അറിയാമോ നിങ്ങൾക്ക്? ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ബോർഡർ പങ്കിടുന്നത്? PSC പഠിക്കുന്നവർ പറഞ്ഞു. മലപ്പുറം. അപ്പുറം സ്റ്റേറ്റാ, ജില്ലയല്ല സ്റ്റേറ്റ്. പറഞ്ഞാട്ടെ. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ആന്ധ്രയുടെ ഭാഗം, ഇതെല്ലാം കൂടെ ടച്ച് ചെയ്ത് വരുന്നതാണ് പാലക്കാട്. അവിടെയുള്ള ഒരു സഹോദരിക്ക് ഏതാണ്ട് എല്ലാ ഭാഷയും അറിയാം. ഞാൻ പുള്ളിക്കാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്കാരി എന്നോട് പറയും, സിസ്റ്ററെ, നിങ്ങൾ പറയുന്നതിനകത്ത് എൻ്റെ നൈബറിങ് സ്റ്റേറ്റിലുള്ള എല്ലാ ഭാഷയും നിങ്ങൾ പറയുന്നുണ്ട്. ഏതാണ്ട് 5 ഭാഷ മിക്സ് ചെയ്താണല്ലോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, സഹോദരി, അത് ഏതൊക്കെ ഭാഷയാണ്? സത്യമായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇത്രയും ഭാഷ അറിയാവുന്ന നിങ്ങൾ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു? അമൃതയ്ക്ക് ഇപ്പം മലയാളം മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇത്രയും ഭാഷ അറിയാവുന്ന നിങ്ങൾക്ക് യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി? സിസ്റ്ററെ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പിശാച് എന്നെ പല പ്രശ്നത്തിലും തള്ളിയിട്ടു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ മുതൽ ഓടാൻ പറഞ്ഞു. ഇപ്പം ആ സിസ്റ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഏകദേശം 5 ഭാഷകളിൽ ഞാൻ സംസാരിക്കുന്നതായിട്ട് അവർ പറഞ്ഞു. ഒരു വാക്ക് ഞാനിപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞതിനാണെങ്കിൽ അടുത്ത വാക്ക് ഞാൻ ആന്ധ്രയിലുള്ള ഭാഷയിൽ പറയും. മനസ്സിലാവുന്നുണ്ടോ? അവർക്കത് കേട്ടപ്പോൾ മനസ്സിലായി. 5 ഭാഷ മിക്സ് ചെയ്ത് സംസാരിക്കാൻ ഒരാൾക്ക് പറ്റും. ഹിന്ദി പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് കന്നഡ വായിന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഭാഷ, ചൈനീസ് വരും. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകുന്നേ. ഇപ്പോൾ ചൈനക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരുപക്ഷെ ചൈനീസ് ഭാഷ എൻ്റെ വായിലൂടെ തരും. ഷാം ഷാന ഹഷ്മാന ഷുംഷാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? ഇതൊക്കെ വരും. ഹല്ലേലൂയ. ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു എൻകൗണ്ടർ ഉണ്ടായത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പൈശാചിക ശക്തിയുമായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവനോട് ഹിന്ദി സംസാരിച്ചു. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഹിന്ദി വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്? അത് ശരിക്കും ഞാൻ മനഃപൂർവ്വമായിട്ട് ഹിന്ദി പറയുന്നതല്ല. ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. ഞാനിവിടെ ഹിന്ദിയിലൊക്കെ ഒത്തിരി എഴുതും. പക്ഷെ അതുകൊണ്ട് ഹസ്ബൻഡ് വിചാരിച്ചത് എനിക്ക് ഹിന്ദി അറിയാമെന്ന്. സംസാരിക്കാൻ നോക്കിയപ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ കർണാടകയിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത് സ്വർഗത്തിൽ നിന്ന് അപ്പം മാത്രം വരുന്ന സംഭവമാണ്. പിന്നീട് സംസാരിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല. മനസ്സിലാവുന്നു? ഹിന്ദിയിൽ എനിക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഹിന്ദിയിൽ എഴുതാറുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ. പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറൊരു സമയത്ത് ഇത് സ്യൂട്ട് ആവണമെന്നില്ല. ദൈവം ഒരാളോട് ഇടപെടുകയാണ്. ഒരു ഹിന്ദിക്കാരൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുക, യേശു മഷി തുച്ചെ പ്യാർ കർത്താഹു. ചിലപ്പോൾ അവനോട് ഞാൻ ഹിന്ദി പറയുമായിരിക്കും. കാരണം ഹിന്ദിയിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അജീനയ്ക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞ എൻ്റെ പുകഴ്ചയായിപ്പോൾ. വേറൊരാൾ പറഞ്ഞപ്പോൾ അത് ഓക്കെ ആയല്ലോ. ഹിന്ദിയിൽ പാട്ടുകൾ ഞാൻ എഴുതും. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഹിന്ദിയുടെ ഒരു അറിവ്, ഒരു കുന്തവും ഇല്ല. അക്ഷരം മൊത്തം തെറ്റാതെ എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ. കാകാകി കൂക്കൊന്നും ഹിന്ദിയിലെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് വയ്ക്കും ചില്ലക്ഷരങ്ങൾ. എനിക്ക് അറിഞ്ഞൂടാ സത്യം. പക്ഷെ ഹിന്ദിയിൽ ഞാൻ എഴുതുന്ന പാട്ടിനകത്ത് ഒരു അക്ഷര തെറ്റ് കാണില്ല. ഹല്ലേലൂയ. ഡൗൺലോഡിങ് ഫ്രം ഹെവനാ. ചില സമയത്ത് ഹിന്ദിയിൽ പാട്ട് എഴുതാം. ഞാനിവിടെ ചില പാട്ടുകൾ പാടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൻറ്റിമാരൊക്കെ പറയും, ഇത് ഏത് ശ്യാമള ആൻറ്റി ഒരു ദിവസം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആൻറ്റി പെയില്ല പോയി, നിങ്ങൾ ഈ പുതിയ പാട്ടുകൾ പാടുന്നുണ്ടല്ലോ, മൊബൈലിൽ നോക്കിയായിരിക്കും അല്ലേ? ഞാൻ ഒന്നും പറയില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന പാട്ടാ പുതിയത്. മൊബൈലിൽ നോക്കിയാലൊന്നും ഇത് കിട്ടില്ല. ഞാനിവിടെ ചില സമയത്ത് പാടാറുണ്ട്, യേശു 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 രാജ രാജ രാജ. ആ പാട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയോ, അത് കിട്ടൂല.
അത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാ. ഒരു ദിവസം നമ്മൾ വീട്ടിലിരുന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് മ്യൂസിക് ഉൾപ്പെടെ വരികയാണ് കേട്ടോ. അപ്പം മോൻ എന്ത് ചെയ്തു, അതിനനുസരിച്ച് താളം ഇട്ടു അവന്. അങ്ങനെ ഒരു ട്യൂൺ നമ്മൾ ഉണ്ടാക്കി പിന്നെ പാടാൻ തുടങ്ങി. അപ്പം ആ പാട്ടെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് എനിക്ക് കിട്ടി. ആ പാട്ട് പാടുമ്പോൾ എനിക്കറിയാം ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കരത്തിൽ മാറും. അത് സ്വർഗത്തിൽ നിന്നുള്ള പാട്ടാ. ആരാധന ആരാധന അതെല്ലാം അവിടെയുള്ള മ്യൂസിക്കാണ്, ഇവിടെ നിന്നൊന്നും കിട്ടിയതല്ല. ഹിന്ദിയിൽ എഴുതിയ ധാരാളം പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ട്യൂൺ ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള ദൈവകൃപയിൽ ദൈവം എനിക്ക് തരികയാണെങ്കിൽ അതെല്ലാം ഞാൻ യൂട്യൂബിലും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം ഹിന്ദി സോങ്സ് ദൈവം എനിക്ക് തരാറുണ്ട്. ഹിന്ദിയിൽ ചിലരോട് സംസാരിപ്പാൻ എനിക്ക് പ്രേരണ വരാറുണ്ട്. അപ്പോഴും മാത്രമേ അത് വർക്ക് ചെയ്യൂ. അല്ലാതെ ഒന്നും പറയാനൊന്നും എനിക്ക് പറ്റില്ല ഹിന്ദി. അത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചിയുടെ കഥ പോലെയാണ്. അപ്പോൾ സായിപ്പ് വിചാരിച്ചു അമ്മച്ചിക്കെല്ലാം അറിയാം, പക്ഷെ അമ്മച്ചിക്കൊന്നും അറിഞ്ഞൂടാ. ചോദിച്ച ആൻസർ പറയാൻ അറിയില്ല. ദൈവം സംസാരിക്കുന്നത് ഓൾറെഡി അതിങ്ങനെ വരുവാ വായിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? വായിലൂടെ അങ്ങ് വരും. അപ്പോൾ നമ്മളെ തന്നെ, നമ്മുടെ നാവിനെ, നമ്മളെ മുഴുവനായിട്ടും അപ്പന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അപ്പൻ നിങ്ങളിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പൻ നിങ്ങളിലൂടെ ലോകത്തെ മുഴുവനും മാറ്റാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കരത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് തരാനായിട്ട് പോകുന്നു. നമ്മുടെ നാവിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഇച്ഛയെ ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമായിരിക്കണം. അപ്പോൾ നമ്മളല്ലേ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിയല്ലേ? ആണ്. അപ്പം അത് മാറണമെങ്കിൽ നമ്മൾ ആത്മാവിനാലെ നിറയണം. ആ വാക്യം ഒന്ന് വായിച്ചാലോ? ഫിലിപ്പിയർ 2:13 വായിച്ചേ. ഫിലിപ്പിയർ 2:13. ആ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇച്ഛകളാണ്. ഇച്ഛകളെന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, പ്രവൃത്തികൾ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇച്ഛിക്കുന്നതല്ല നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് മാറ്റിയ ഒരു വ്യക്തി മോശമായിട്ടൊരു വാക്കുപോലും പറയില്ല. അവനെ നിങ്ങൾ തുണി അലക്കും പോലെ എടുത്തിട്ട് അലക്കിയാൽ, അത്രയും നിങ്ങൾ അവനെ പ്രയാസപ്പെടുത്തിയാൽ, മോശമായിട്ട് ഒരു വാക്ക് അവൻ്റെ നാവിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലെന്ന്. എന്തുകൊണ്ടാ? പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടുന്നു. അപ്പം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമായി മാറണം നമ്മളിലൂടെ. മനസ്സിലായോ? നമ്മൾ ഇച്ഛിക്കരുത്, നമ്മൾ പ്രവർത്തിക്കരുത്. പൂർണ്ണമായും ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കണം. നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കണം. നമ്മുടെ ചിന്താമണ്ഡലത്തിലെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ തന്നെ സ്വന്തമായിട്ടിരുന്ന് ചിന്തിക്കല്ലേ. നിങ്ങൾ എത്ര പേരുണ്ട് സ്വയം ചിന്തയിൽ മുഴുകുന്നവര്? അത് ഇന്നത്തോടെ പൊട്ടിച്ചു കളയണം. സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് തല പോയിക്കുന്നവർ എത്ര പേരുണ്ട്? അത് മാറണം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം വരുമോ? ഇല്ല. പിന്നെ എന്തിന് ചിന്തിക്കുന്നു? പിന്നെ എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇത് പിശാചിന്റെ വലിയൊരു കള്ളത്തരോ. നിങ്ങൾ മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് കൊണ്ടിട്ട് പുകഞ്ഞു 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 പുകഞ്ഞ് നിങ്ങൾ അവസാനം ഒരു പുകയായി മേലോട്ടങ്ങ് പോകും. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ദയവായിട്ട് ചിന്തകൾ ഇങ്ങോട്ട് മനസ്സിനകത്ത് വരുമ്പോഴേ പറയണം, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ നിൽക്ക്. ചിന്ത അവിടെ കിടക്കട്ടെ. അതിനെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. അങ്ങനെയാണെങ്കിൽ അറിയാന്നുള്ള 2 വാക്യം ചിന്തിക്കുക. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. കൂരിലും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല. അതിരുന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്താ അതൊക്കെ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്താണ് അതൊക്കെ ചിന്തിക്കാത്തത്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, എന്തായിരിക്കും എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൂതൻ്റെ പേര്? ആര് ചിന്തിക്കാനായിട്ട്? അതൊക്കെ ഇന്നത്തെ സിനിമയുടെ പേരെന്താണ്? അത് വേണേ ചിന്തിക്കും. അതൊന്നുമല്ല. പിതാവേ, എൻ്റെ കൂടെ ഒരു ദൂതനെ അങ്ങ് ആക്കിയിട്ടില്ലേ? 2 ദൂതന്മാരാണുള്ളത്. എത്ര ദൂതന്മാരുള്ളത്?
എൻ്റെ കണ്ണൊന്ന് തുറന്നു തരാമോ? അവരുടെ പേരുകൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇതൊക്കെ ചിന്തിക്ക്, ഇതൊക്കെ ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? ഇതൊക്കെ ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ദൂതന്മാരുണ്ട്, അവരുടെ പേരുകൾ അറിയാമോ നിങ്ങൾക്ക്? കാണുകയാണെങ്കിൽ ചോദിക്കണം കേട്ടോ, ദൂതന്റെ പേര് ചോദിക്കണം. അതിന് നമ്മളെ വിശ്വസിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഞാൻ കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, അപ്പൊ ദൂതന്മാരെ കാണാൻ എന്താ ചെയ്യേണ്ടത്? കാണാതിരുന്നപ്പോഴാട്ടോ അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ആക്ടിവേറ്റ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തെ ഉത്തേജിപ്പിക്കുക, ആദ്യം വിശ്വാസത്തെ വളർത്തുക. ഹല്ലേലൂയ. വിശ്വാസം വളരുമ്പോൾ കണ്ണ് തുറക്കും, കാണാൻ പറ്റും. നമുക്കെങ്ങും വിശ്വാസം ഇല്ലല്ലോ. നമ്മളെ പിശാച് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? നിന്നെ കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല, നീ ആരുമല്ല ദൈവത്തിന്, നീ ഒരു വേസ്റ്റാണ്, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമില്ല, നീ എന്തിനാണ് ഇങ്ങനെ ഈ ലോകത്തിലായിരിക്കുന്നത്? ഇതൊക്കെയാണ്. എന്നാൽ ദൈവം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നിന്നിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിന്നെ ഞാൻ ഈ ഭൂമിയിൽ പിശാചിന്റെ മേൽ അധികാരം നടത്താൻ ഒരു രാജാവിനെ പോലെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ മകനാണ്, ഞാൻ രാജാതി രാജാവാണെങ്കിൽ നീ രാജാവാണ് ഈ ഭൂമിയിലെ. ഹല്ലേലൂയ. നീ പറയുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അത്രത്തോളം അധികാരം തന്ന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. എന്നാൽ പിശാചു നിന്നോട് പറയുന്നത് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് നിനക്ക് കേൾക്കാനേ കഴിയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ഇനി പിശാചിടുന്ന ചിന്തകൾ കൊണ്ടുവരരുത് കേട്ടോ. പിശാചിടുന്ന ചിന്തകൾ കൊണ്ടുവരരുത്. ഒരു വ്യക്തിക്കെതിരായി ചിലപ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ ചിന്തകളിടും. എനിക്കെതിരായി നിങ്ങളുടെ ഉള്ളിൽ അവൻ ചിന്തകളിടാം. ഇട്ടൂടെ? അമൃത സിസ്റ്റർ പറയുന്ന ഒന്നും കേൾക്കരുത്, തെറ്റാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞൂടെ അവനകത്ത് വന്ന്? എത്ര ശുശ്രൂഷകളെ അവൻ വഞ്ചിക്കുന്നു എന്നറിയാമോ ഇങ്ങനെ പറഞ്ഞിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത്വം ഉണ്ടാക്കുന്ന ചിന്തകൾ കൊണ്ടിടാം. ഒരു വ്യക്തിയെ പറ്റി മോശമായ ചിന്തകൾ തരാം. അന്നേരം പിശാചിനോട് പറയണം, നീ പറയുന്നതല്ല ഞാൻ കേൾക്കാൻ പോകുന്നത്, എൻ്റെ പിതാവ് എന്നോട് പറയും, അതേ ഞാൻ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഫ്രീ ആക്കണം നിങ്ങൾ, എങ്കിലേ ദൈവസ്വരം കേൾക്കാനായിട്ട് പറ്റൂ. ഓരോ നിമിഷവും ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. എന്താ കേൾക്കാത്തത്? വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അകത്ത്, പിന്നെ എങ്ങനെ കേൾക്കാൻ പറ്റും? രണ്ട് ശബ്ദവും കൂടെ ഇടിച്ചു പോകും. ദയവായിട്ട് നിങ്ങളുടെ സ്വയം സംസാരിക്കുന്നതിനെ, നിങ്ങളെന്ന വ്യക്തി തന്നെ നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കാൻ അനുവദിക്കല്ലേ. ഏതു നേരവും നിങ്ങളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് ഇരുന്നേ, നിങ്ങൾ നോക്കട്ടെ. കണ്ണട യേശു എന്നോട് സംസാരിക്കണമെന്ന് പറ. ഓക്കെ, ഇനി കണ്ണു തുറന്നേ. നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം പിക്ചർ ഇപ്പൊ കയറി ഇറങ്ങി? ചിലരുടെ മനസ്സിൽ കൂടെ എത്ര ചിത്രങ്ങൾ പാഞ്ഞു പോയി. ഒന്നും കയറി പോകാത്ത ഒരാളുണ്ടെങ്കിൽ കൈപൊക്കി പിടിച്ചേ. ഒന്നും പോയില്ല. 1 2 3. സത്യസന്ധമായ ആൻസറിനായി നന്ദി. അത്ര പേർക്ക് ഇപ്പൊ പറ്റിയുള്ളൂ. പക്ഷെ പറ്റും നിങ്ങളെ കൊണ്ട്. 3 പേർക്ക് ഒരു പിക്ചറും വരാതെ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ഇരിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ മനസ്സിനെ കൊയറ്റാക്കി വേണ്ടാത്ത ചിന്തകൾ കയറി വരുന്നുണ്ടെങ്കിൽ ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയണം. പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. വേണ്ടാത്തതൊന്നും കയറി വരല്ലേ, വേണ്ടാത്ത ചിന്തകൾ വരരുത്, വേണ്ടാത്തതൊന്നും വരരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു അഭിഷേകം പ്രാപിക്കാനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ചിന്തകളെയും മാറ്റി വെച്ചിട്ടിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു കണക്ഷൻ കിട്ടില്ല നമുക്ക്. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? ഞാനിവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഐ ആം ഹിയർ ടു ബ്ലസ് ദം. ഹല്ലേലൂയ. ഞാനിവിടെ ഉണ്ട് അവരെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ആരും അത് കേട്ടില്ലല്ലേ? പക്ഷെ ഞാൻ കേട്ടു. ഞാൻ ട്യൂൺഡ് ആയതുകൊണ്ടാണ് കേൾക്കുന്നത്. എൻ്റെ മഹത്വമൊന്നുമല്ല അത് കേട്ടോ. ഞാൻ അത് ട്യൂൺ ചെയ്ത് നിർത്തിയിരിക്കുക ഫ്രീക്വൻസി. അപ്പോൾ ഏത് സമയത്തും ഞാൻ ടക്ക് ഇങ്ങനെ കണക്റ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലതും ഒത്തിരി ഇങ്ങ് ദൂരെ അടുത്തോട്ട് വരുമ്പോൾ പിന്നെയും നമ്മളെ പിശാച് പിടിച്ചോണ്ട് ബേക്കിലോട്ട്
പിന്നെയും നമ്മൾ വരും. നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, പിന്നെയും പിശാച് താണ്ട വലിച്ചുകൊണ്ട് പോയി, പിന്നെയും വരും. ഈ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പലതും കഴിയുന്നില്ല. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വിട്ടുകൊടുക്കല്ലേ, ഇതൊരു ആത്മയുദ്ധം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കല്ല അവന്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജീവിതത്തെയും പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുക്കല്ലേ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. നിങ്ങളൊരു ദൈവപുത്രനാണെങ്കിൽ അവന്റെ വലയ്ക്കകത്ത് വീഴാനല്ല, അവന്റെ കെട്ടിനകത്ത് വീഴാനല്ല, അവന്റെ പ്രവൃത്തികളെ ഒന്നൊന്നൊന്നായിട്ട് അഴിക്ക്. ഹല്ലേലൂയ. ഒന്നൊന്നൊന്നായിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് അഴിച്ചു കളയേ. ഹല്ലേലൂയ. അതിനാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബം നിങ്ങൾ സ്വതന്ത്രമാക്കിയാൽ അടുത്ത തമ്പുരാൻ പറയും, ദേശത്തോട്ട് ഇറങ്ങി നില്ലട മോനെ, നിന്റെ കയ്യിൽ അടുത്ത അസൈൻമെന്റ് തരാൻ പോവുക, ദേശത്തിന്റെ കെട്ടുകളെ നീ അഴിക്ക്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെ ആദ്യം ഒരു കെട്ടിനകത്ത് കിടക്കുമായിരുന്നു. കെട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, പിശാച് എന്നെ മൊത്തം എൻ്റെ കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിരാശ, ജീവിത ഭാരങ്ങള്, പ്രശ്നങ്ങള്. അപ്പോൾ കുടുംബത്തോടെ മരിക്കാൻ തീരുമാനിക്കുന്നു. ദൈവം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ കെട്ടിനെ ആദ്യം കഴിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അധികാരം തരുക, ദേശത്ത് ഇറങ്ങി നിന്നിട്ട് മറ്റുള്ളവരുടെ കെട്ടുകളെ അഴിക്ക്. ഹല്ലേലൂയ. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം പിശാചിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരണം. അവൻ വലിച്ചുകൊണ്ട് പോകുമ്പോൾ പോരുത്. നിങ്ങൾക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ ഒരു വചനം ഇങ്ങോട്ട് എടുക്കണം. ഒരു വചനം ഇങ്ങനെ എടുത്തിട്ട് വായിക്കണം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇതിപ്പോൾ എൻ്റെ കിട്ടിയ ഒരു വചനം കേട്ടോ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ പറയണം. ഓ, കർത്താവ് എന്നോട് പറഞ്ഞു, അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ എനിക്ക് തരുമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്ത് എൻ്റെ അപ്പൻ എനിക്ക് തരും, എൻ്റെ അപ്പൻ എനിക്ക് തരും. എന്നിട്ട് അടുത്ത് പോകുന്നവരോടും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും അപ്പൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. വേറെ ഒന്നും ചിന്തിക്കരുത്, വേറെ ഒന്നും പറയരുത്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ മാറട്ടെ, നമ്മുടെ പറച്ചിൽ മാറട്ടെ. നാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ആരെങ്കിലും മോശമായിട്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് വന്നാൽ, കയർത്തു സംസാരിച്ചാൽ, വേണ്ടാത്തത് സംസാരിച്ചുകൊണ്ട് 4 ചുറ്റും വന്നാൽ പറയണം, അപ്പാ നാവിനെ അങ്ങയുടെ കരത്തിൽ തരുന്നപ്പാ, എൻ്റെ നാവിനെ അങ്ങയുടെ കരത്തിൽ തരുന്നു. ദാവീദ് പറഞ്ഞു, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ബാക്കി പറഞ്ഞ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, നാവ് കടിഞ്ഞാണിടുവാനുള്ള കടിഞ്ഞാണിട്ട് സൂക്ഷിക്കൂ. ദുഷ്ടൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അവനെ പോലെ ആവുന്നില്ല. നാവ് എന്ത് ചെയ്യണമെന്ന്? കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. വേണ്ടാത്ത ഒന്നും പറയാൻ പോവല്ലേ. പിശാച് നോക്കിയിരിക്കുക. നിങ്ങൾ വേണ്ടാത്ത ഒരു വാക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ചാടിക്കയറാനായിട്ട്, വാ തുറന്നാൽ കയറാതിരിക്കുന്നവൻ. ദയവായിട്ട് ഒരു വാക്കു പോലും വേണ്ടാത്തത് നിങ്ങളുടെ വായിൽ നിന്ന് വരല്ലേ. യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ. എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുന്നത്, അതെ അല്ല, ഇത്രയും മതിയെന്നേ, മതി. അല്ലാത്ത അധികമായവ ദുഷ്ടനിൽ നിന്ന് വരുന്നു. അധികം ഒന്നും നമ്മൾ പറയേണ്ട കാര്യം ഇല്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. ദൈവവചനം പറയാൻ ലാവിഷായിട്ട് വാ തുറന്നു. ദൈവവചനം പറയുന്നതിന് ഒരു മടിയും കാണിക്കരുത്, അന്നേരം പറഞ്ഞോളണം. നമ്മളീ പറയുന്ന മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ. ദയവായിട്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയണം, ആ തീയാല്, ആ അന്യഭാഷയാല് എന്നെ അങ്ങ് നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. എൻ്റെ നാവ് പലവിധ ഭാഷകൾ സംസാരിക്കട്ടെ. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ, ആ തീ നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ, ആ കാറ്റ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ, നിങ്ങളെ പിന്നെ നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല, ആ നാവിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായി മാറുകയാ. ഹല്ലേലൂയ. നാവ് ശുദ്ധീകരിക്കപ്പെടുകയാ. കർത്താവിന് വേണ്ടി അത് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാ. ആത്മാവിൽ നിന്ന് ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അതിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ആ ദേശത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമായിരിക്കും, നിങ്ങൾക്ക് ആ വ്യക്തി അറിഞ്ഞു പോലും കൂടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അയാൾ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, സ്വർഗത്തിൽ പോകും. മനസ്സിലായി? അത് ദൈവം ചെയ്തെടുത്തോളും. ഹല്ലേലൂയ. കർത്താവിനോട് ഞാൻ പറയും, അപ്പാ ഈ നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ വായിലും അമൃത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഭാഷ കൊടുക്കണേ. കാരണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് കിട്ടുമല്ലോ. പ്രാർത്ഥിക്കും നിങ്ങൾ.
ഞാൻ എത്രയോ പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പേരുകൾ എൻ്റെ അകത്ത് വരും. എനിക്ക് അറിഞ്ഞു പോലും കൂടെ ആയിരിക്കും അവരാരാണ്. പക്ഷെ അങ്ങനെ പേര് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഞാൻ ആ പേരിന് വേണ്ടി പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കും. പക്ഷെ ഇനി എന്തെങ്കിലും ഇവിടെ വരാനുള്ള ആളായിരിക്കും കേട്ടോ. ചിലപ്പോൾ ആ വ്യക്തി ഹോസ്പിറ്റലിലായിരിക്കും. അപ്പം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അതൊക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രവചനമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് അതിന് വേറെ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോകണമെന്ന്. അങ്ങനല്ല. നിങ്ങൾ അന്യഭാഷയാൽ നിറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഭാഷയോട് കൂടെ തന്നെ ഇതെല്ലാം കയറി വരും. ഈ പേരുകൾ കയറി വരും, സ്ഥലം കയറി വരും, പല സ്ഥലങ്ങൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം പോസിബിൾ ആവില്ല കേട്ടോ. ഓരോ ദിവസം തോറും ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? നിറച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകാനായിട്ട് പാടില്ല. പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും കൃത്യസമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സമയം വെക്കാറുണ്ടല്ലോ, ലഞ്ച് കഴിക്കാൻ വെക്കാറുണ്ടല്ലോ, ഉണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ചിട്ടയായ ജീവിതം ആദ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ചിട്ടയായ ഒരു ജീവിത ശൈലി ഉണ്ടാവണം. എപ്പോഴെങ്കിലും കുളിക്കുന്നു, എപ്പോഴെങ്കിലും കഴിക്കുന്നു, അതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം. എത്ര മണിക്ക് ഉണരുന്നു, എത്ര മണിക്ക് ബൈബിൾ വായിക്കുന്നു, എത്ര മണിക്ക് പ്രാർത്ഥിക്കുന്നു, എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നു, എത്ര മണിക്ക് എൻ്റെ ജോലികൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര മണിക്ക് ഞാൻ വൈകുന്നേരം വരുന്നു, എത്ര മണിക്ക് എൻ്റെ കാര്യങ്ങൾ തീർക്കുന്നു. ഇതെല്ലാത്തിനും ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാനും പറ്റത്തില്ല. എല്ലാത്തിനും നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവാം. ഹല്ലേലൂയ. നല്ലതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ പഠിപ്പിക്കും. എന്നെ പഠിപ്പിച്ചതെല്ലാം പരിശുദ്ധാത്മാവാണ്. എന്ത് ചെയ്യണം, എപ്പോഴും എഴുന്നേൽക്കണം, എല്ലാം രാവിലെ സമയങ്ങളിൽ പരിശുദ്ധാത്മാവാണ് വിളിക്കുന്നത്. എഴുന്നേൽക്ക്, ഇറ്റ്സ് ടൈം ടു വേക്കപ്പ്. എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, എന്നോട് കൂടെ ഇരിക്കുക. ഞാൻ പോയിരിക്കും. എന്തോ ചെയ്യണമെന്നൊന്നും നമുക്കറിയത്തില്ല. പോയിരിക്കും, പ്രാർത്ഥിക്കും, കുറച്ച് സമയം ആരാധിക്കും, ബൈബിൾ വായിക്കും. ഇതിനിടയിൽ ദൈവം ഒരു കാര്യം സംസാരിക്കാനായിരിക്കും വിളിക്കുന്നത്. ദൈവത്തിന് അത് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഏതോ വ്യക്തി ICUയിൽ കിടക്കുമായിരിക്കും. അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന് വിലപ്പെട്ടതല്ലേ? ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ആര് പ്രാർത്ഥിക്കും? ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ അപ്പന് വേണ്ടി ചെയ്യുക. നാവ് കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ അധ്വാനം കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം അപ്പന് വേണ്ടി ചെയ്താൽ മതി. അത് വലിയ പ്രതിഫലമുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നത് ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ജീവിതത്തിനായിരിക്കാം. തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങിക്കിടന്നാലും ദൈവം അത് തരും, ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ. ഹല്ലേലൂയ. അതാണ് വ്യത്യാസം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് സംസാരിക്കണം. ഇതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ തന്നെ പ്രേരണയാണ്. അങ്ങനല്ല. എനിക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് സംസാരിക്കണം. ഞാൻ ഒരു വ്യക്തിയോട് ഒരു വാക്ക് പറയുന്നെങ്കിലും അത് പരിശുദ്ധാത്മാവിലൂടെ വരുന്നതായിരിക്കണം. എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊന്നും വേണ്ടപ്പാ. എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും അങ്ങ് അറിയാത്തതല്ലല്ലോ. ദാവീദ് പറയുന്നു, ഞാൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും നീ അറിയാത്തതല്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് നമ്മുടെ അതരത്തിലൂടെ വരുന്നതിന് മുമ്പേ ദൈവം അത് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും പരിശുദ്ധാത്മാവിൻ്റെ ബലവും ശക്തിയും ഉണ്ടാവും. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയേണ്ടി വരില്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ 2 വാക്ക് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ഭൂതങ്ങളെ വിരട്ടാനായിട്ട് ചിലരുണ്ടല്ലോ, ഒരു ദിവസം മൊത്തം ഇരുന്ന് ഭൂതത്തിന് വരട്ട്. യേശുവിൻ്റെ നാമത്തിൽ പോടാ, യേശുവിൻ്റെ നാമത്തിൽ പോടാ, യേശുവിൻ്റെ നാമത്തിൽ പോടാ. ദൈവമായിട്ടൊരു ബന്ധമുള്ളവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ദൈവപുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത്, ഭൂതം വിളിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ദൈവമായിട്ട് ചേർന്നിരിക്കുന്നവൻ വരുമ്പോൾ ഭൂതം പറയും, എന്നെ ദണ്ഡിപ്പിക്കാൻ നീ വന്നിരിക്കുന്നു, ദയവായിട്ട് സമയത്തിന് മുമ്പേ ഒന്നും ചെയ്യല്ലേ. ഭൂതം നിലവിളിക്കാൻ തുടങ്ങും. ദൈവമായിട്ട് ബന്ധമില്ലാത്തവനാണെങ്കിൽ അവൻ നിലവിളിക്കണം, ഭൂതം ഒട്ടാനങ്ങേ ഇല്ല. മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം ഇരിക്കുമോ അത്രത്തോളം ശക്തിയും അധികാരങ്ങളും ദൈവം നമുക്ക് നൽകും. ദൈവം നമ്മളിലൂടെ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം നമ്മളിലൂടെ ഇച്ഛിക്കാൻ തുടങ്ങും. ദൈവം നമ്മളിലൂടെ അവരോട് സംസാരിക്കാൻ തുടങ്ങും, അവരോട് ഇടപെടാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് വരില്ല. അല്ലെങ്കിൽ നമ്മൾ 10 ദിവസം പറഞ്ഞാൽ ഒരാൾ ചർച്ചിൽ വരില്ല.
പറയേണ്ട പോലെ 2 വാക്ക് പറഞ്ഞാൽ അവൻ അടുത്ത ആഴ്ച ചർച്ചയിൽ കാണും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കർത്താവിനോട് പറയണം, അപ്പാ ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ മലയാളം പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ഹിന്ദി പറഞ്ഞാലും ഹല്ലേലൂയ, ഒരുവനോട് ഞാൻ ഒരു വാക്ക് സംസാരിച്ചാൽ എൻ്റെ ഒരു നോട്ടം അവനിൽ വീണാൽ അവൻ സൗഖ്യമാവട്ടെ, അവൻ യേശുവിനെ അറിയട്ടെ. എൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവൻ യേശുവിനെ അറിയട്ടെ. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ വ്യത്യാസം എന്നാണ്. ആദ്യകാലങ്ങളിലൊക്കെ അന്യഭാഷയൊക്കെ ഞാൻ സംസാരിക്കും, ആത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അകത്ത് ഭൂതം കാണും, പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള അധികാരം എനിക്കുണ്ടെങ്കിലേ അത് മാനിഫെസ്റ്റ് ചെയ്യും, വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ ഭൂതത്തിനും കൂടെ ചേർത്തങ്ങ് പ്രാർത്ഥിക്കും. ഭൂതത്തിനും പ്രാർത്ഥിച്ചു, അയാൾക്കും പ്രാർത്ഥിച്ചു. അയാൾക്കകത്ത് ഭൂതം ഇരിക്കുന്ന കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കും തോറും ദൈവശക്തിയോ അധികാരങ്ങളും നൽകി. പിന്നെ ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതേലും ദുഷ്ടശക്തി ഇരുന്നാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? പിന്നെ അകത്തിരിക്കാൻ പറ്റാതായി. കാരണം എൻ്റെ ബലം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അധികാരത്തെ അത് പേടിക്കുന്നുണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ എനിക്ക് വേറെ റിസ്ക് ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ ലെൻസ് വെച്ച് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. അവൻ തന്നെ വെളിപ്പെട്ടിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അങ്ങ് പോയിക്കോളും. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവസന്നിധി ഇരുന്നിട്ട് പറയണം, അപ്പാ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളം ഉണ്ടായിട്ട് അങ്ങ് എന്നിൽ ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ നാവിലൂടെ ഭാഷകൾ വരട്ടെ. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ പുതിയ ഭാഷകൾ സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ സംസാരിക്കും. പുതിയ വാക്കുകൾ സംസാരിക്കുന്നു അല്ല, പുതിയ ഭാഷ. ഒരു ഭാഷയിൽ എന്തോരം വാക്കുണ്ട്, അതെല്ലാം സംസാരിക്കും. ഞാൻ അപ്പനോട് ഇനിയും പറയും, 5 ഭാഷ പറയുന്നെന്നല്ലേ പറയണത്. അങ്ങനെയാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല അപ്പാ, ഒരു 120 ഭാഷയെങ്കിലും ഏറ്റവും കുറഞ്ഞത് പറയാനുള്ള ഒരു ബലം എനിക്ക് ഇനിയും വേണം. ഒരു സന്തോഷം. അത് ഭൂമിയിലുള്ളതായിക്കോട്ടെ, ഈവൻ സ്വർഗത്തിലുള്ളതായിക്കോട്ടെ, ഇനി ദൂതന്മാരുടെ ഭാഷകളായിക്കോട്ടെ, പറയണം. ആഗ്രഹിക്കുക. അന്യഭാഷ കിട്ടിയവർ അതുകൊണ്ട് ലിമിറ്റ് ചെയ്ത് കളയല്ലേ. എനിക്ക് ഒത്തിരി ഭാഷകൾ സംസാരിക്കണം അപ്പാ, ഒത്തിരി ദേശങ്ങളിൽ എനിക്ക് പോകണം. ഹല്ലേലൂയ. ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ആഗ്രഹിക്കണം. ഈച്ച് ആൻഡ് എവറി വേർഡ്, ഓരോ വാക്കുകളും എംപവേർഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് മാറണം. ആവശ്യമില്ലാതെ ഒരു വാക്കുപോലും നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ഡു നോട്ട് ഗ്രിവ് ദ ഹോളി സ്പിരിറ്റ് എന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് ഞരങ്ങും അകത്തിരുന്ന് നിങ്ങൾ മോശമായിട്ട് സംസാരിക്കുമ്പോൾ കഴിയത്തില്ല അതിന് ഇരിക്കാനായിട്ട്. നിങ്ങൾ ആ പ്രസൻസിലായിരിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയണം, അപ്പാ അരുതാത്ത ഒരു വാക്കുപോലും എൻ്റെ അധരത്തിലൂടെ വരല്ലേ. നിങ്ങൾ അരുതാത്ത വാക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് കരയും. അരുതാത്തത് പറയുമ്പോൾ നിങ്ങൾ കരയിപ്പിക്കണോ പരിശുദ്ധാത്മാവിനെ? വേണോ? വേണ്ട. എന്നാൽ ഇന്ന് മുതൽ വേണ്ടാത്ത ഒരു വാക്കും പറയില്ലെന്ന് എത്ര പേർ തീരുമാനം എടുക്കുന്നുണ്ട്? കര ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ്? അരുതാത്ത ഒരു വാക്ക് സംസാരിക്കില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അരുതാത്ത വാക്കുകൾ പറഞ്ഞു പോയവരല്ലേ നമ്മൾ? പറഞ്ഞു പോയവരാ. അപ്പൊ ഇന്ന് അരുതാത്ത വാക്ക് പറഞ്ഞതിലൂടെ പിശാചിന് കിട്ടിയ അധികാരങ്ങളും കൂടെ നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്താലോ? അരുതാത്ത വാക്ക് നമ്മുടെ മേലോ നമ്മുടെ തലമുറകളുടെ മേലോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും നമ്മുടെ നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്യാൻ പോവാണ്. എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? അപ്പോൾ ഞാനൊരു പ്രാർത്ഥന പറഞ്ഞുതരാൻ പോവാൻ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പാ, ഞങ്ങളുടെ അധരത്തിൽ നിന്ന് വന്നുപോയ വേണ്ടാത്ത എല്ലാ വാക്കുകളെയും അങ്ങ് ക്ഷമിക്കണമേ. കർത്താവേ, അധരത്തിൽ നിന്ന് വേണ്ടാത്ത വാക്ക് വീണതുമൂലം പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ ലഭിച്ച സകല അവകാശത്തെയും യേശുവിന്റെ നാമത്താലും യേശുവിന്റെ രക്തത്താലും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലും ഞാൻ തള്ളിക്കളയുന്നു, ഉപേക്ഷിക്കുന്നു, അതിനെ നിർവീര്യമാക്കി നശിപ്പിക്കുന്നു.
പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ ഇനി എൻ്റെ ജീവിതത്തിലോ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലോ ഒരവകാശവും ഇല്ല. കർത്താവേ, ആരെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞത് മൂലമോ ഞാൻ അവരെ വേദനിപ്പിച്ചത് മൂലമോ പിശാചിന് എൻ്റെ മേലോ എൻ്റെ തലമുറകളുടെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എന്തെങ്കിലും അവകാശങ്ങൾ ലഭിച്ചു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു, തള്ളിക്കളയുന്നു, ഉപേക്ഷിക്കുന്നു, നിർവീര്യമാക്കുന്നു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും യാതൊരു അവകാശവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എൻ്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞട്ടെ. കരങ്ങൾ ഉയർത്തി പറ. എൻ്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാല്. ഇനി വേണ്ടാത്ത ഒരു വാക്കും ഇന്ന് മുതൽ നമ്മൾ ആരും പറയില്ല. ആരെല്ലാം നമ്മളെ പ്രകോപിപ്പിച്ചാലും പറയല്ല. ഇപ്പൊ ദൈവസന്നിധിയില്ല ഏറ്റു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിശാചെല്ലാം ഇപ്പൊ ഇറങ്ങി പോയിട്ടുണ്ട്. ഈ അൺക്ലീൻ സ്പിരിറ്റുകൾ ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇറങ്ങിപ്പോയാൽ അവനൊരു കുഴപ്പമുണ്ട്. നീരുള്ള പ്രദേശങ്ങൾ അവൻ തപ്പി നടക്കും. കണ്ടില്ലെങ്കിൽ തിരിച്ചു പഴയ വീട്ടിലോട്ട് നോക്കും. അടിച്ചു വാരി അലങ്കരിച്ചിരിക്കുന്നതായിട്ട് കണ്ടാൽ വേറെ 7 എണ്ണത്തെ കൂടെ വിളിച്ച് 7+1 8 മറന്നു പോരുത് ഒരുമിച്ച് വരും. പിന്നെ അവൻ്റെ അവസ്ഥ വലിയ കഷ്ടമാണ്. നിങ്ങൾ ഇന്ന് ഈ പ്രതിജ്ഞ പറഞ്ഞവരെല്ലാം ദൈവസന്നിധിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് തെറ്റിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ അവസ്ഥ വഷളായാൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നത് അല്ല. സ്തോത്രം. നമ്മളിങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ദൈവശക്തിയാൽ നിറയും. പിശാച് പേടിക്കുന്നത് ദൈവശക്തിയെ മാത്രമല്ല, വിശുദ്ധിയുള്ള ജീവിതത്തെ അവന് പേടിയാ. ഒരു അധരം കൊണ്ട് ഒരു തെറ്റ് ചെയ്യാത്തവനെ കാണുമ്പോൾ അവന് പേടിയാ. ഹല്ലേലൂയ. കാരണം അവനിൽ ഒരു അവകാശങ്ങളും ഇവന് ഉന്നയിക്കാൻ പറ്റത്തില്ല. ദയവായിട്ട് ഇതിനെ സീരിയസ് ആയി കാണുക. ഏറ്റവും കൂടുതൽ പാപം ചെയ്യിപ്പിക്കുന്നത് നാവാണ്. അങ്ങനെ പറയുന്നവർ അങ്ങനെ മോശമായ വാക്കുകൾ പറയുന്നവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാപവും ചെയ്യല്ലേ. നാവ് കൊണ്ട് ഒന്നും പറയല്ലേ വേണ്ടാത്തത്. ആവശ്യത്തിന് മാത്രം മതി. ആവശ്യത്തിന് മാത്രം നമുക്ക് സംസാരിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. അപ്പം ഇന്ന് നമ്മൾ പുതിയ ഭാഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പുതിയ ഭാഷ ലഭിക്കാത്തവർക്ക് വേണ്ടി ഇപ്പം നാവിനെ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുവാണ്. കർത്താവിനോട് ഏറ്റു പറഞ്ഞു. പുതിയ ഭാഷകൾ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രാർത്ഥിക്കാനായിട്ട് പോവുക. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ ആരെല്ലാമാണോ ഇപ്പോൾ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവരിപ്പോൾ നിറയട്ടെ. ആ തീയാലെ അങ്ങ് നിറയ്ക്കണം. ഒരു അഗ്നി നാവ് അവരുടെ മേൽ ഇപ്പോൾ പതിയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരത് പ്രാപിക്കട്ടെ. നാവുകൾ പുതിയ ഭാഷകൾ പറയട്ടെ. ഭാഷയല്ല, ഭാഷകൾ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ അവർ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ ഒരു വലിയ സാന്നിധ്യം അവരിപ്പോൾ അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിലാലെ അവരെ നാവുകളെ ഇപ്പോൾ ശുദ്ധീകരിക്കണം. ദൈവത്തിൻ്റെ ഭാഷ അതിൻ്റെ മേൽ വെക്കണം. അപ്പൻ്റെ അഗ്നി അതിന്മേൽ കത്തട്ടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അതവരെ പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ആ കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. റേഖലസ് മനാഹത്ത് റേഖലസ്സറു. നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയാവുന്ന ഭാഷകൾ ഉച്ചരിച്ചാണ്ട് ഹസ്സനും തരാബന ഹലസ്സറും താന്തരാബര ഹസ്സനാൻ ത്വരോകലസ്സറും റാബാര ഹലസ്സറു തരകസ്സറു ദാരബല ഹസ്സറു തരകസ്ബര റിതന റേഖാര ബാലസ്സം ധാരറിഗനക ലേസ്സോറിഗന ലേത്തോരഗന റാബാല ഹസ്സറു തരാബര ഹസ്സറു ലത്തര ബലസ്സറു തര റാബല ഹസ്സറു തരകലസ്സറു തരലസ്സറു ധാരസബര റിതര റാബല ബസ്ബര ലഖതര കലസ്സറു ദാരബരസ്മന റാഖാല ദീരബര ഹസ്സറു നഥോര ബാലസബര. പ്രാർത്ഥനാ മണ്ഡലങ്ങൾ മാറട്ടെ. ഇതുവരെ ബുദ്ധിയിൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലത് ആത്മാവിൽ ആരാധിക്കട്ടെ. സരോജ ആന്റി പ്രാർത്ഥിച്ചോ. നിങ്ങൾ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഭാഷകളൊക്കെ പകർന്നു തരാനായിട്ട് അപ്പ ആഗ്രഹിക്കുന്നുണ്ട്. സിസ്റ്റർ അഞ്ജന പ്രാർത്ഥിച്ചോളൂ. പുതിയ ഭാഷകൾ അതരങ്ങളിലോട്ട് വരട്ടെ കർത്താവേ. പുതിയ വാക്കുകൾ വരട്ടെ. ഇതുവരെ അവർ പറഞ്ഞിട്ടില്ലാത്ത ചില വാക്കുകൾ ഇപ്പോൾ 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 ദൈവം കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരം ഇപ്പോൾ ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പുതിയ ഭാഷകൾ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. ചിലരുടെ അതിരുകളെ ദൈവം പൊട്ടിക്കുകയാണ്. ചിലരെ അതിരുകളെ പിശാചിട്ട് വെച്ചിരിക്കുന്ന ചില അതിരുകളെ ദൈവം പൊട്ടിച്ചു കളയുകയാണ്. ആത്മമണ്ഡലത്തിൽ പിശാചിട്ട ചില ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ പൊട്ടുകയാണ്. നിന്റെ സന്തതി മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇറങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. കെട്ടുകളെ കർത്താവ് അഴിച്ചു കളയുകയാണ്. ചില കെട്ടുകളെ മുന്നിലോട്ട് പോകാൻ പറ്റാതെ ഇട്ടയ്ക്കുന്ന കെട്ടുകളെ കർത്താവ് അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാഷകൾ വെളിപ്പെട്ട് വരട്ടെ. ദേശങ്ങളെ പിടിക്കാനുള്ള ഒരു അഭിഷേകം ദൈവം യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഫ്രീ ആവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നിങ്ങൾ പലരും ഇപ്പോൾ ഫ്രീ ആവുകയാണ്. പിശാച് നിങ്ങളെ വിട്ടുപോവുകയാണ്, കുടുംബത്തിനകത്തുനിന്ന് വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ. റബല ഹസ്റോ നന്തറോ റഗന ദരശദോ റഗന ലെതേരെ റഖല ദരശദോ റഗന ലാസ്റോ കലസ്റോ ധാരകലസ്റോ റബല ഹസ്റോ ധരകലസ്റോ ഖല ദരശദോ റഗന റബല ഹസ്റോ കലസ്റോ നന്തറ കലസ്റോ ഖല ധരകലസ്റോരെ റഖന ദീരബല ഹസ്നോ ധര റഖല ദീരശദോ റഗന ലാതേര ഗാരസ്റോ ധര ലാതോര ഗാലസ്വര റിഖല ദരശദോ റബന ഹലസ്റോ ഖല ദരബരസദോ റഖന ദീരസവന. യേശുവിന്റെ നാമത്തിൽ കർത്താവേ വലിയ കാര്യങ്ങൾ ചെയ്തതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി. പുതിയ വാക്കുകൾ സംസാരിച്ചു എന്നുള്ളവര് മുന്നിലോട്ട് കടന്നു വന്നേ. പുതിയ വാക്കുകൾ എൻ്റെ വായിലൂടെ വന്നു എന്ന് പറയുന്നവര് വന്നാട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ. കഴിഞ്ഞ ആഴ്ച പുതിയ ഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞു. വഞ്ചനവാ. ഇന്ന് സാക്ഷ്യം പറയാമെന്നാണ് പറഞ്ഞത്. ഞാൻ തന്നെ പറയുവാണ് സാക്ഷ്യം. പുള്ളിക്കാരി ഇവിടെ നിൽക്കട്ടെ, കയറുക. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തനിക്ക് വളരെ ശക്തിയായി ആരാധിക്കാനും ദൈവസാന്നിധ്യം അനുഭവിക്കാനും ഒപ്പം പുതിയ ഭാഷകളിൽ സംസാരിക്കാനും കഴിഞ്ഞു എന്നെന്നോട് പറഞ്ഞു. ശരിയാണോ മോളെ? ആ, ശരിയാണ്. കർത്താവ് തന്നെ ഒരു പുതിയ പടിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. പിശാച് നിന്നെ ഒത്തിരി എടുത്ത് തകർത്തു കളഞ്ഞു. പിശാച് ഒരുപാട് തകർത്തു കളഞ്ഞു. എന്നാൽ കർത്താവ് ഇന്ന് മുതൽ, കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ആ കുടുംബത്തെ പണിയാനായിട്ട് തുടങ്ങുവാണ്. ഹല്ലേലൂയ. പിശാച് തള്ളിയിടുന്ന എല്ലാത്തിനെയും കർത്താവ് അടുക്കി പണിയിപ്പിക്കാനും കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഒരു കുടുംബത്തെയും തകർക്കാനേ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പുതിയ ഭാഷകളൊക്കെ പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം പറഞ്ഞ് എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ നന്ദി. വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ പുതിയ വാക്കുകൾ കിട്ടി എന്നുള്ള? രമ സിസ്റ്ററിനെ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരുന്നു. എന്തേലും പറഞ്ഞു പുതിയ ഭാഷ? ബാ, ഒരു സാക്ഷ്യം പറയുന്നത് ആയിരങ്ങൾ കാണട്ടെ. നിങ്ങൾ വന്നാട്ട്. ആരോഗ്യത്തിന്റെ മേല് ദൈവം ഒരു വിടുതൽ അയക്കാൻ പോവുകയാണ് കേട്ടോ. ആരോഗ്യത്തിന്റെ മേല് പുതിയ ഭാഷ അതായത് അന്യ ഭാഷകൾ പറയാൻ പറ്റിയോ? നല്ലോണം പറയാൻ പറ്റി. പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയ തൊടിയിൽ നടക്കുക. കർത്താവ് തലമുറകളെ പിടിക്കും. അവരും ആത്മാവിനെ വഹിക്കും. അവർ സുവിശേഷം പറയും. എന്നാണെന്ന് ചോദിക്കരുത്. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ആ കുടുംബത്തെ മൊത്തമായിട്ട് തൊട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് കേട്ടോ. അതിൻ്റെ മേലൊരു വലിയ അധികാരം ദൈവം തരും. ആമേൻ. ആ ദേശത്തെ ഇളക്കാനാണ്. ഹല്ലേലൂയ. തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ ബിഗിനിങ്. ഹല്ലേലൂയ. ആ ദേശത്തെ മുഴുവൻ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ആ കുടുംബത്തിനകത്ത് കളിക്കുന്നെങ്കിൽ നമ്മൾ നോക്കിക്കോണം. ഇവരെഴുന്നേറ്റാൽ അവൻ അടി കിട്ടുമെന്നുള്ളതാണ്. ശൗന്തള ചേച്ചിയുടെ മേൽ ദൈവം വലിയൊരു വിടുതലയക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിനകത്ത് കേട്ടോ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ദൈവം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യോസഫ് അങ്കിൾ എന്ത് പറയുന്നു? ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്യാമ വലിയൊരു ഫ്രീഡം അനുഭവിച്ചു. ഇതാണ്ട് ആ ബ്രദറിന്റെ പേരെന്തുവാണ്? മറന്നുപോയില്ല പേര്. വിൽഫ്രഡ് ബ്രദർ കേട്ടോ. ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഇങ്ങ് വന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വല്ലാത്തൊരു പ്രശ്നം അനുഭവിച്ചു കേട്ടോ. പ്രാർത്ഥിക്കാൻ പോവാണ് സഭയെല്ലാം കൂടെ ഒന്നിച്ച് കേട്ടോ. ബ്രദറിന് വേണ്ടിയിട്ട് വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സ്പിരിറ്റുകളും വിട്ട് ഓടണം. സിസ്റ്ററിങ് വന്നേ, ബാക്കിൽ വന്ന് നിന്നേ. ദിവ്യ സിസ്റ്ററിങ് വാ. സഭയെല്ലാം കൂടെ ഒന്നിച്ച് കൈ നീട്ടിക്കേ. നമ്മൾ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിനായിട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സഹോദരനായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താൻ ഇപ്പോൾ ഫ്രീ ആകട്ടെ. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ് നൗ. ഹല്ലേലൂയ. ഐ കമാൻഡ് ഓൾ ദ ഈവിൾ സ്പിരിറ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിസ് ബോഡി നൗ. ഐ കമാൻഡ് യേശുവിന്റെ നാമത്തിൽ വലിയൊരു ഡെലിവറൻസ് ഇപ്പോൾ തനിക്ക് സംഭവിക്കട്ടെ. കർത്താവേ വലിയൊരു ആരാധനയുടെ ഒരു സ്വാതന്ത്ര്യം തന്റെ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ അങ്ങ് വിടുവിച്ചിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി തന്റെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ സകല അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആയി. അവിടെ ഇരുന്നപ്പോൾ ഇരിക്കാൻ പറ്റിയില്ലല്ലോ.
ആ പോയിക്കോ, ഫ്രീ ആയി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ്ട് ശ്യാമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം കൊണ്ടിടുന്നത് പിശാചിന്റെ കള്ളത്തരം കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണം വരും. പ്രാർത്ഥിക്കാനൊക്കെ നല്ല തയ്യാറെടുത്തിരിക്കും, ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ പെട്ടെന്ന് ക്ഷീണം വരും. ഉറക്കം, വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴും വരും. അതവൻ്റെ കള്ളത്തരമാണ്. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോടാന്ന് പറയാം കേട്ടോ. എന്തുവാണ്? ആ ശരി ശരി, മാറി നിൽക്കാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യണം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്കെല്ലാം ദൈവശക്തിയാൽ നിറയണം ഈ നാളുകളിൽ കേട്ടോ. കർത്താവ് വലിയ കാര്യങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെ കൊണ്ടും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളത് ചെയ്യാൻ വേണ്ടി ഈ നാളുകളിൽ ഒരുക്കപ്പെടണം. നിങ്ങൾ ഒരുങ്ങണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളും മാറാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് ഒന്ന് കരങ്ങളടിച്ച് ഒരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കുകയാണ് ഒന്നിച്ച് ചേർന്ന്. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് ആശീർവാദം സ്വീകരിക്കാം. സ്തോത്രം. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, ആരാധനയുടെ ശേഷഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്തതിനാലേ ഇപ്പോൾ നിർത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും. റെക്കോർഡ് ചെയ്യും, നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കും, ലൈവായിട്ട് ഇത് വിടുന്നതാണ്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഭാഷകളോ എന്തെങ്കിലും വാക്കുകളോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ലഭിച്ചെങ്കിൽ, അല്ലാതെ എന്തെങ്കിലും ഡെലിവറൻസുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു. അതിനകത്ത് ചില കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകളൊക്കെ വിട്ടിട്ട് പിശാച് ഓടുന്നത് കണ്ടു. സ്തോത്രം. നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകം വ്യക്തികളിൽ ഇത് എത്തണം. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ എല്ലാ നോട്ടിഫിക്കേഷനുകൾക്കും നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.